കേരളത്തിൽ ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകൾ, അതിൽ ഒരിടത്ത് CPIM ഉറപ്പായും സ്ഥാനാർത്ഥിയെ നിർത്തിയേ പറ്റൂ എന്ന രീതിയിലേക്കാണ്. എന്നാൽ രണ്ടാമത്തെ സീറ്റ്, അതായത് ഇടതുപക്ഷത്തിന് നിലവിലെ സംസ്ഥാന നിയമസഭാ കക്ഷിനിര അനുസരിച്ച് LDFന് 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് വിജയിപ്പിക്കാൻ പറ്റും സ്ഥാനാർത്ഥികളെ. UDFനെ സംബന്ധിച്ചിടത്തോളം 1 സീറ്റിൽ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കൃത്യമായും ഈ 1 സീറ്റ്, അതായത് ഇടതുപക്ഷത്തിന് CPIM അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ എല്ലാ ഘടകകക്ഷികളും അവകാശവാദവുമായി വരികയാണ്. അതിനകത്ത് RJD, അതായത് ശ്രേയംസ് കുമാറും അവകാശവാദവുമായി വന്നിരിക്കുന്നു. നിരവധി പാർട്ടിക്കാർ അവകാശവാദവുമായി വന്നിരിക്കുകയാണ്. അതിനകത്ത് ജനതാദൾ സെക്യുലറുണ്ട്, ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടിയുണ്ട്, NCP ഉണ്ട്. നിരവധി പേർ അവകാശവാദവുമായി വരുമ്പോൾ രാജ്യസഭാ സീറ്റ് ആർക്ക് കൊടുക്കണം എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള അമാന്തിപ്പുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കെട്ടുറപ്പ് തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. CPIയിൽ തന്നെ കുറച്ച് പേർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്. ജൂൺ 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കെട്ടുറപ്പ് പൊളിഞ്ഞ് പാളീസാകും എന്ന് കോൺഗ്രസ് നേതൃത്വം വെറുതെ പറയുന്നതല്ല. UDF നേതൃത്വം പറയുന്നത് വെറുതെ ഒരു കണക്കൂട്ടലല്ല. കൃത്യമായി ഇടതുപക്ഷത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആ രീതിയിലേക്കാണ് ഇടതുപക്ഷം പോകുന്നത്. പിണറായി വിജയൻ്റെ ഏകാധിപത്യം അത് 8ാം കൊല്ലത്തേക്ക് കടക്കുമ്പോൾ, 8 കൊല്ലം കഴിഞ്ഞുകൊണ്ട് 9ാം കൊല്ലത്തേക്ക് കടക്കുമ്പോൾ ശക്തമായ മടുപ്പ് ഇടതുപക്ഷത്തിനകത്ത് ഉണ്ട്. പ്രത്യേകിച്ചും CPIക്ക് കൃത്യമായി അറിയാം ഭരണവിരുദ്ധതയാണ്. CPIക്ക് 1 സീറ്റ് പോലും ഒരുപക്ഷെ ലഭിക്കാൻ കാരണമാകാത്ത സാഹചര്യത്തിലേക്ക് പോയാൽ അതിനൊറ്റ കാരണം തന്നെയായിരിക്കും. പിണറായി വിജയന് ഒന്ന് ക്യാമ്പയിനിങ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് വന്നത്. മാത്രമല്ല, സ്ഥാനാർത്ഥികളിൽ ഒരാൾ പോലും പിണറായി വിജയൻ്റെ സാന്നിധ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഈ മനുഷ്യനെ വെറുക്കുന്നു കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ എന്തുമാത്രം ദേഷ്യത്തോടെ, എന്തുമാത്രം കഷ്ടത അനുഭവിക്കുന്നു, അവർക്ക് എന്തുകൊണ്ട് ഈ ഭരണത്തോട് വെറുപ്പും മടുപ്പും തോന്നിയിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിരവധിയായ സമര പരമ്പരകൾ കോൺഗ്രസ് നടത്തിയിരുന്നു. ആ സമരങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആരുടെ പോക്കറ്റ് വീർപ്പിക്കാനാണ്? അതിനുവേണ്ടി MV ഗോവിന്ദൻ അപ്പത്തിൻ്റെ ഉദാഹരണം പറഞ്ഞ് അപ്പക്കച്ചവടം നടത്തിക്കളയാം എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞ് കേരളത്തിലെ ആളുകളെ കളിയാക്കുന്ന തരത്തിൽ നടത്തിയ പ്രസ്താവനയൊക്കെ നമുക്കറിയാവുന്നതാണ്. തരം താഴ്ന്ന ഒരു CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും, അതിനേക്കാൾ തരം താഴ്ന്ന ഒരു മുഖ്യമന്ത്രിയും, അതിനേക്കാൾ തരം താഴ്ന്ന ഒരു ഭരണവും ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് മടുപ്പല്ലാതെ എന്താണ് തോന്നുക?